സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ജി ടി ഗെയിമർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജി ടി. സോ ഗൈസ്, നമ്മളെ കുറേ നാളുകൾക്ക് ശേഷം MSL വന്നേക്കാണ്. കുറേ നാൾ 2 ദിവസമായി MSൻ്റെ വീഡിയോയും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് MSL വന്നേക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് MSL എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിൽ നിങ്ങൾക്ക് ഒരു ചുമന്ന സാധനം കാണാൻ പറ്റും. ദാറ്റ്സ് മൈ ഹൗസ് ഗൈസ്, അതെൻ്റെ വീടാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ MSLൊരു വീടുണ്ടായിട്ടുണ്ട്. ഇതൊരു ട്രോൾ സെർവറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് MSLൻ്റെ എൻ്റെ വീട്. ഈ ബ്ലോക്ക് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ MSLൻ്റെ വീട്. ഇതൊരു മോഡേൺ വീടാണ് ഗൈസ്. ഇതൊരു മോഡേൺ സീരീസാണ്. ഈ ഒരു വീട് ഇത് എൻ്റെ ഡിസൈനല്ല, ഞാൻ ഒരു യൂട്യൂബിൽ ട്യൂട്ടോറിയലും ഒക്കെ ഉണ്ടാക്കിയാണ്. പിന്നെ എൻ്റെ കളർ റെഡാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫുൾ ലുക്ക്. നിങ്ങൾക്ക് തംബ്നെയിലിൽ കാണാൻ പറ്റും ഫുൾ ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ വീടിനകത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ കാണാൻ സാധിക്കും. ഇവിടെ എന്താ ഒരു ഓട്ട, ഈ ഓട്ടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലവർ പോട്ട് കാണാം. ഇത് നോട്ട് ചെയ്തായിരിക്കും. നോട്ട് അപ്പുറത്തുനിന്ന് വീട് പണിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ ഒറ്റച്ചാട്ടം, അയ്യോ ചാടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ മുങ്ങിയൊക്കെ കുളിച്ചു. ഇവിടെ മുങ്ങിയൊക്കെ കുളിച്ചു. ഇത് ട്രോൾ സെർവറാണ് കേട്ടോ. നമ്മുടെ MZRP പോലെ MZRP സെർവറിനെ ഇൻസ്പയർ ചെയ്ത് നോട്ട് ക്രാഫ്റ്റ് വൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നൊരു ട്രോൾ സെർവറാണ്. അപ്പോൾ ഇതിലേ കൂടെ കയറി കഴിഞ്ഞ് ഇതാണ് നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർ. ടോട്ടൽ 3 ഫ്ലോറാണുള്ളത്. ഇവിടെ കുറച്ച് സംഭവങ്ങൾ, ഇവിടെ കുറച്ച് സംഭവങ്ങൾ, ഇവിടെ ഒരു ഓട്ടയുണ്ട്. ഇവിടെ ഞാൻ എന്തോ സെറ്റ് ചെയ്തായിരുന്നു, പക്ഷേ അതിപ്പോൾ പോയി. അത് മിക്കവാറും നോട്ട് ക്രാഫ്റ്റിൻ്റെ പണിയായിരിക്കും. ഇവിടെ ഒരു കിച്ചൺ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാനാണ്. ഇത് എന്തെന്നറിയില്ല, ട്യൂട്ടോറിയലിൽ കണ്ടു, ഞാൻ അതുപോലെ ഉണ്ടാക്കി. ഇത് ടി വി കിടിലും കേട്ടോ. ഈ ഒരു വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു TV സാധനമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ TV കാണുന്നു, സെറ്റ് കേസ്. അപ്പോൾ ടി വിയിൽ നമ്മൾ ഹിമാലയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഈ ഒരു സംഭവം ലെവറിൻ്റെ മുകളിൽ നമുക്ക് ലൈറ്റ്നിങ് റോഡ് വെക്കാൻ പറ്റും കേട്ടോ. അത് ഞാൻ ഈ ഇടയ്ക്കാണ് അറിയുന്നത്. ലെവറിൻ്റെ മുകളിൽ ഇങ്ങനെ ലൈറ്റ്നിങ് റോഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ബൂഫറൊക്കെ പോലില്ലേ, സബ് ബൂഫറൊക്കെ പോലുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ടേബിൾ. നമുക്കിനി മണ്ടയിലോട്ട് പോവാം. തണ്ടർ സ്റ്റോം ഗൈസ്. ഓക്കെ ഗൈസ്, മഴയാണ്. അത് നമുക്കിനി മഴ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യണം സംഭവങ്ങളൊക്കെ. അപ്പോൾ മണ്ടയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ മഴ തീരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് കിട്ടിയപ്പോഴത്തേക്കും മഴ തീർന്നിട്ടുണ്ട്. അപ്പോൾ നോട്ട് ക്രാഫ്റ്റ് അവിടെ വീട് പണിയുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ 2nd ഫ്ലോറിലേക്കുള്ള പോകാനുള്ള വഴി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന വീട് തന്നെയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു സ്ഥലമുണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ പുതിയ പെയിൽ ഡോറാണ് കേട്ടോ, പെയിലിൻ്റെ ഡോറ്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതൊരു ഗെയിമിങ് ചെയറാണ് ഗൈസ്. നമ്മുടെ കമ്പ്യൂട്ടർ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലവർ പോട്ട് ഇരിക്കുന്നു. ഇതൊരു ഗെയിമിങ് സാധനമാണ്. ഇത് ആ ഒരു ട്യൂട്ടോറിയലിൽ കണ്ടാണ്. ഈ ഒരു വീട്ടിൽ ഫുൾ ആ ഒരു ട്യൂട്ടോറിയലിൽ കണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീടിനകത്ത് ഇവിടെ ഒരു എൻചാൻറ്റിങ് സ്റ്റേഷൻ ഉണ്ട്. സെറ്റായിട്ടുണ്ട്. ഇവിടെ ഡേർട്ടൊക്കെ എന്താണെന്ന് പറഞ്ഞു തരാം ഗൈസ്. അപ്പോൾ നമുക്കിനി മേളിലോട്ട് കയറുമ്പോൾ ഇനി 3rd ഫ്ലോർ ഗൈസ്. 3rd ഫ്ലോറിൽ ഇത്ര സംഭവങ്ങളാണ് ഉള്ളത്. ഈ ഒരു സാധനം ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഇവിടെ ഇരുന്നല്ലോ വെച്ചാൽ ഗ്ലിച്ച് അടിച്ചായിരിക്കും ഗൈസ്. ഇതാണ് നമ്മുടെ 3rd ഫ്ലോർ. ഇവിടെ നമുക്ക് ബെഡ്റൂം ഉണ്ട്, റീസ്പോൺ സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഷൾക്കർ ബോക്സസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇതാണ് ഞാൻ പറഞ്ഞത് താഴെ എന്തുകൊണ്ടാണ് അത് സംഭവം. ഈ ബാൽക്കണി ഞാൻ സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പുഴയുടെ വ്യൂ കിട്ടാൻ സാധിക്കും. അതെന്താണ് സംഭവം? അത് കാണിച്ചു തരാം ഗൈസ്. അത് സംഭവമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ബാൽക്കണിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ വല്ല സീനൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് നോട്ട് ക്രാഫ്റ്റ് വീടുണ്ടാക്കുവാണ്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ഒരു സംഭവം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാധനം ഇത് ഞാൻ സെറ്റ് ചെയ്ത് കാണുന്ന ഫുഡ് കഴിക്കട്ടെ. കുക്ക്ഡ് പോർക്ക് ചോപ്പ്. ഇവിടെയുള്ള പന്നീനെല്ലാം തല്ലിക്കൊന്ന് നോട്ട് ക്രാഫ്റ്റ് സെറ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു കുക്ക്ഡ് പോർക്ക് ചോപ്പ്. നോട്ട് ക്രാഫ്റ്റ് സർവറിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവൻ എന്തോ ചെയ്യുമായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതെന്താണ് സംഭവം? റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ സാധനം. അത് വായിച്ചു തരാം. ന്യൂ റെയിൽവേ സ്റ്റേഷൻ ബൈ മല്ലു ജി ടി ഗെയിമർ
കമ്മിങ് സൂൺ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് വരുള്ളൂ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുള്ള സ്ഥലം ബുക്ക് ചെയ്ത് വെച്ചാണ് ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലായിട്ട് റെയിൽവേ സ്റ്റേഷനാണ്. ഈ ഒരു റെയിൽ നമ്മുടെ ഈ ഒരു സെർവറിൻ്റെ ഈ ഒരു സിറ്റി ഫുള്ള് കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വരും ഗൈസ്. അങ്ങനത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അത് ഞാൻ ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്തായിരിക്കും. ഇപ്പോഴല്ല, ഒരു മാസം കഴിഞ്ഞിട്ടേ സെറ്റ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഇവിടെ എല്ലാവരും വീട് വെച്ച് കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ എത്ര പേര് വീട് വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേര് വീട് വെച്ചിട്ടുണ്ട്. നോട്ട്ക്രാഫ്റ്റ് വീട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനിപ്പോൾ സെർവറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് ഈ ഒരു സംഭവം കഴിഞ്ഞ വീഡിയോയിലില്ലായിരുന്നു. ഇവിടെ ഫുള്ള് ഞാൻ ടെറാഫോം ചെയ്ത് സെറ്റ് ചെയ്തതാണ് ഗൈസ്. ഈ റോഡൊന്നും കഴിഞ്ഞ വീഡിയോ ഇല്ലായിരുന്നു. ഇത് ഞാൻ നോട്ട്ക്രാഫ്റ്റും കൂടെ സെറ്റ് ചെയ്തതാണ്. അങ്ങ് വരെ ഉണ്ട് റോഡ്. ഇത് MSN NH എത്രയാണ് ഗൈസ്? NH 78 എങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കുളമൊക്കെ ഉണ്ട്. ഇത് ആർട്ടിഫിഷ്യലാണോ എനിക്കറിയാൻ പാടില്ല. കുളത്തിനകത്ത് വീണെന്ന് മാത്രം എനിക്കറിയാം. ആർട്ടിഫിഷ്യലാണോ അല്ലാതെയാണോ എന്ന് അറിയാൻ പാടില്ല. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മാസ്റ്ററിൻ്റെ വീട്. ഞാൻ ഒന്ന് കയറിക്കോട്ടെ. ഞാൻ കുളത്തിനകത്ത് വീണു. ഇതൊരു ക്യൂട്ട് വീടാണ് കേട്ടോ. ഇതൊരു ചെറിയൊരു ക്യൂട്ട് വീട്. മാസ്റ്റർ പച്ചയാണ്. മാസ്റ്റർ ലീഫ് മാസ്റ്ററാണ് ഗൈസ്. ഈ ലീഫ് മാസ്റ്ററുടെ പച്ചപ്പാണ് ഫുള്ള്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു കുളം. ഇവിടെ എന്താ ഒരു കുഴി? സീക്രട്ട് പ്ലേസ് പോലെയാണ്. വീട് മിനിറ്റ് ഗീസ്. അല്ലല്ല, സീക്രട്ട് പ്ലേസ് അല്ല. ഇവിടെ സീക്രട്ട് പ്ലേസ് ഉണ്ടെന്ന് വിചാരിക്കും. ഓ മേലോട്ട് കയറി പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ മാസ്റ്ററിൻ്റെ കുളം. ഈ കുളത്തിൻ്റെ കൊള്ളാം മാസ്റ്ററെ. കുളം ഉണ്ടാക്കുമ്പോൾ തിരിച്ച് മണ്ടയിലോട്ട് കയറിപ്പോകാനും പറ്റില്ല നമുക്ക്. ഇത് നമ്മുടെ പറ്റില്ല, അത് പാർക്കോർ. ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുളം. പിന്നെ ഇത് മാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് കിടക്കും. ഇതാരുടെ ഡോറൊക്കെ ഇപ്പോഴേ തുറന്നിട്ടേക്കുന്നേ. അപ്പോൾ മാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതാണ് മാസ്റ്ററിൻ്റെ വീട്. മാസ്റ്ററിൻ്റെ വീട് സിമ്പിൾ വീടാണ് കേട്ടോ. ഇവിടെ വീണ്ടും സ്വിമ്മിങ് പൂളും ഉണ്ടാ. ഒരു കുളം പോരായിട്ട് സ്വിമ്മിങ് പൂളും വേണം മാസ്റ്ററിന്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ 3 ഫ്ലോർ. നോട്ട്ക്രാഫ്റ്റിൻ്റെ വീട്ടിൽ 2 ഫ്ലോർ. ഇവിടുത്തെ ലാഡറൊക്കെ എവിടെ പോയോ എന്തോ. സെർവറിൽ എന്തോ ഗ്ലിച്ചുണ്ടോ, അത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബെഡ്റൂം മാസ്റ്ററിൻ്റെ കിള്ളം. പിന്നെ ബാൽക്കണി ഒരു വെറൈറ്റി സാധനം കേട്ടോ. ഇത് ഞാനും മാസ്റ്ററും കൂടെ ചെയ്തതാണ്. ഒരു വെറൈറ്റി ബാൽക്കണി. ഈ ഒരു സൈൻ ബോർഡ് വെച്ചിട്ട് കണ്ടോ, ഒരു വെറൈറ്റി. നമ്മൾ പിടിക്കുന്ന സ്ഥലം പോലെ ഇല്ല, അതുപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മളിവിടെ ഇരിക്കുന്നു, സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ മണ്ടയിലോട്ട് 3 ഫ്ലോറുണ്ട്. 2 ഫ്ലോറില്ലല്ലോ. ഏറ്റവും മേളിൽ മണ്ടയിലോട്ട് കയറാൻ പറ്റുള്ള. കയറി നോക്കാം. മാസ്റ്ററെ, ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഈ സാധനം ഒന്ന് ശരിയാക്കണം കേട്ടോ. മാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫ് മാസ്റ്റർ. ഓക്കെ, ബ്രോയിൻ്റെ ചാനലിൻ്റെ പേര് ലീഫ് മാസ്റ്റർ. ഇതാണ് നമ്മുടെ ഇവിടെ ബോട്ടൊക്കെ കിടപ്പുണ്ട്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ മിക്കവാറും എന്തെങ്കിലും വരും. മറ്റേ ഹാർബറല്ലേ മറ്റേ സാധനം, ഫിഷിംഗ് ഏരിയ. അതായിരിക്കും നോട്ട്ക്രാഫ്റ്റ് ഉദ്ദേശിച്ചത്. അവ സെറ്റിയാക്കാനായിരിക്കും. ഇതാണ് നമ്മുടെ ജുഗിൽ ബ്രോയിൻ്റെ വീട്. ഇതാണ് നമ്മുടെ ജുഗിലിൻ്റെ വീട്. AP ഗെയിമിംഗ് സോൺ അല്ല, സോറി, സ്പൂക്കി ക്രാഫ്റ്റ് OP. AP ഗെയിമിംഗ് സോണെന്ന്. ജുഗിൽ വീണ്ടും ചാനലിൻ്റെ പേര് മാറ്റി. AP ഗെയിമിംഗ് സോൺ ആയിരുന്നു, ഇപ്പോൾ സ്പൂക്കി ക്രാഫ്റ്റ് OP ആണ്. ജുഗിൽ ബ്രോ. ഓക്കെ, ജുഗിൽ ബ്രോ എന്നാണ് വിളിക്കുന്നത് നമ്മൾ. ഈ സ്വിമ്മിംഗ് പൂളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. സ്കില്ലാഡ് സ്വിമ്മിംഗ് പൂള്. ജുഗിൽ കുളിക്കാറില്ലെന്ന് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി കൊടുത്തു. വേറെ എന്ത്. അപ്പോൾ ഇതിന് മണ്ടയ്ക്കോട്ട് കയറാൻ പറ്റൂലേ? മണ്ടയ്ക്കോട്ട് കയറാൻ പറ്റുമെങ്കിൽ അതും കൂടെ നോക്കാമായിരുന്നു. അപ്പോൾ ഇതിന് മേളിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട്, ബട്ട് മേളിലോട്ടൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വീട് പണി കഴിഞ്ഞത് എൻ്റെ മാസ്റ്ററിൻ്റെ മാത്രമേ ഉള്ളൂ. ജുഗിലിൻ്റെ വീടൊക്കെ ഓൺ ദ പ്രോഗ്രസ് ആണ്. അപ്പോൾ നോട്ടിൻ്റെ വീടിന് അങ്ങോട്ട് പോകാം. വീട് പണിയുവാണെങ്കിൽ നമ്മൾ ആ സ്ഥലം ബ്ലർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നേരെ അങ്ങ് പോകാവുന്നതായിരിക്കും. അപ്പോൾ ഇരിക്കും നോട്ടിൻ്റെ വീട്. ഓക്കെ, ഒരു ഓറഞ്ച് വീട്. നോട്ട് ഓറഞ്ചാണ് കേട്ടോ. ഒരു ഓറഞ്ച് വീട് ആ വീട്ടിനകത്തുണ്ട്. ഇത് അവൻ്റെ ഐക്കോണിക് ഡിസൈനാണ്. അവൻ ഇൻറ്റീരിയർ ചെയ്യാണ്. കില്ലാടി വീട് കേട്ട്, കില്ലാടി വീട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു സാധനം? അല്ല, ഇവിടെ എന്തൊരു ഇങ്ങോട്ടൊരു സംഭവം. ഇത് പൊളിച്ച് കാണില്ലോ നമ്മൾ. എന്തോന്ന് അറിയാൻ പാടില്ല. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഈ പോസ്റ്റ് ഓഫീസ് ബൈ നോട്ട്ക്രാഫ്റ്റ്. ഡോണ്ട് ബിൽഡ് ഹിയർ. സ്ഥലം ബുക്ക് ചെയ്തിട്ടേക്കാണ് ഗീസ്. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സോൾബ്രോയിൻ്റെ വീടാണ്. സോൾബ്രോയിൻ്റെ വീട്ടിലേക്ക് വരാനുള്ള വഴിയായിരിക്കും. അത് പൊട്ടിക്കിടക്കുന്ന പോതി. അപ്പോൾ ഇതാണ് നമ്മുടെ സോൾബ്രോയിൻ്റെ വീടിൻ്റെ സ്ഥലം. സോൾബ്രോ ഇതൊരു വീടൊന്നും ചെയ്തില്ല. ഇന്നലെ രാത്രി സോൾബ്രോ സർവറിലുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ക്ലിയർ ചെയ്യുമായിരുന്നു. നോട്ട്ക്രാഫ്റ്റ് അവിടെ നിന്ന് വീട് പണിയുന്നു. ഞാൻ ഫുഡ് അടിക്കുന്നു.
പിന്നെ സ്പോണിൽ പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല, ഇത്രയൊക്കെ ഉള്ളൂ സർവർ അപ്ഡേറ്റ്സ്. പിന്നെ നോട്ട് ക്രാഫ്റ്റും കൂടെ വീട് പണിയണം, സോൾ കിങ്ങും കൂടെ വീട് പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ക്രാഫ്റ്റ് പോസ്റ്റ് ഓഫീസിലെ പണിയും. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകില്ല, ട്രോള് ചെയ്യണമെന്നൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ ഇപ്പോഴേ ട്രോൾ ചെയ്യണ്ട, നമ്മൾ കുറച്ച് നാളൊന്ന് പീസ്ഫുള്ളായിട്ട് പോയിട്ട് പിന്നെ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഭയങ്കര ട്രോൾ ചെയ്യും. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ട്രോൾ ചെയ്യണമെന്ന് അധികം ഇല്ല. പക്ഷെ കുറേ പേര് ഇന്ന് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ട്രോൾ വെക്കുന്നത് ഈ ചുമന്ന ആണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. പിന്നെ അടുത്ത എപ്പിസോഡിൽ ഈ ഒരു വീഡിയോ ഇവിടെ കാണുമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അടുത്തൊരു കില്ല വീഡിയോ ഇട്ട് കാണാം. അടുത്ത വീഡിയോയിൽ ഈ ഒരു വീഡിയോ ഇവിടെ കാണുമെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.